ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. ഇന്ത്യയുടെ ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആൻറ്റി ഷിപ്മെൻറ്റ് മിസൈൽ, കപ്പൽ വേദ ഹൈപ്പർസോണിക് മിസൈൽ, ഇതിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ 1300 ഇതിൻ്റെ ദൂരപരിധിയെങ്കിൽ അത് 3500 ഉയർത്താനാണ് പരിശ്രമിക്കുന്നത്. അതിനായിട്ടുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗവേഷണങ്ങളൊക്കെ ആരംഭിച്ചു, പക്ഷേ നിരവധിയായിട്ടുള്ള തടസ്സങ്ങൾ, ടെക്നിക്കൽ ചാലഞ്ചസ് ഒക്കെ നേരിടുമല്ലോ സ്വാഭാവികമായിട്ടും. അത്തരത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈല് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമ്മൾ എല്ലാ പരീക്ഷണങ്ങളും വിജയകരമായിട്ട് പൂർത്തിയാക്കിയതാണ്. അതിന്റെ ഒരു ലിമിറ്റഡ് പ്രൊഡക്ഷനും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ഒരു പരിമിതമായിട്ടുള്ള രീതിയിൽ. ഇതിന്റെ ദൂരപരിധി 1500 കിലോമീറ്റർ ആണ്. ഇത് മൂവ് ചെയ്യുന്ന കപ്പലുകളെയും ടാർഗറ്റുകളെയും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഒരിടത്തുള്ള ടാർഗറ്റുകളെ, അതായത് കരയിലുള്ള ഒരു ടാർഗറ്റിനെയും മൂവ് ചെയ്യുന്ന ഒരു ടാർഗറ്റിനെയും രണ്ടും ആക്രമിക്കാനുള്ള ശേഷിയുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മൂവ് ചെയ്യുന്ന ടാർഗറ്റിനെ ആക്രമിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. കാരണം കൃത്യമായിട്ടും അതിന്റെ നാവിഗേഷൻ ആൻഡ് ഗൈഡൻസ് സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ ഈ മിസൈല് നമ്മൾ ഒരു കാൽക്കുലേഷനിലാണ് ഈ മിസൈൽ അയക്കുന്നത്. ഈ മിസൈൽ ചെല്ലുമ്പോഴേക്കും ഈ ടാർഗറ്റ് മാറിക്കഴിഞ്ഞിരിക്കും സ്ഥലത്ത് നിന്ന്. അപ്പൊ ഈ ടാർഗറ്റിന്റെ വേഗത കണക്കാക്കി മിസൈലിന്റെ വേഗതയുമായിട്ട് കണക്കാക്കിയിട്ടാണ് വളരെ കൃത്യമായിട്ട് ഈ നാവിഗേഷൻ സിസ്റ്റം ഈ കപ്പലിനെ തകർത്ത് കളയുന്നത്. ഇതൊരു കാരിയർ കില്ലർ മിസൈൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് ഇതെല്ലാം ഒരൊറ്റ മിസൈൽ മതിയാകും ഒരു വിമാനവാഹിനി കപ്പലിനെ തകർത്ത് കളയാൻ. അപ്പോൾ ആ മിസൈല് 1500 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈല് നമ്മൾ പൂർണ്ണമായിട്ടും അതിന്റെ ടെക്നോളജി പൂർണ്ണതയിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി അത് സ്വാഭാവികമായിട്ടും അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 1500, 3500, 5000 ഇങ്ങനെ 3 തരത്തിലുള്ള റേഞ്ചുകളുള്ള മിസൈലുകൾ തൽക്കാലം വികസിപ്പിക്കുന്നു. അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഹൈപ്പർസോണിക് മിസൈലാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ 2 തരത്തിലുണ്ട്. അത് ഒന്ന് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറി, രണ്ടാമത്തേത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഈ ഒരു മിസൈൽ ഹൈപ്പർസോണിക് ആവുന്ന എപ്പോഴാണ്? അത് തുടക്കം മുതൽ ഒടുക്കം വരെയും ഏറ്റവും കുറഞ്ഞത് മാക് 5 ശബ്ദത്തിന്റെ 5 ഇരട്ടിയെങ്കിലും വേഗത, 5 ഇരട്ടിയിലധികം വേഗതയിൽ അത് സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ ആ മിസൈല് നമ്മൾ ഹൈപ്പർസോണിക് എന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് മിസൈലാണ്. അത് മാക് 3 അതിന്റെ ശരാശരി വേഗത. അതായത് അതിൽ കുറഞ്ഞ വേഗതയിൽ പോവില്ല. മാക്ക് 2.9, 3 വേഗത 3-ലാണ് അത് പോകുന്നത്. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത. ഇവിടെ ഇതിന് ഈ 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള റേഞ്ചുള്ള ഇപ്പോഴത്തെ നമ്മുടെ ഹൈപ്പർസോണിക് മിസൈൽ 3500 കിലോമീറ്റർ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് വെല്ലുവിളികൾ അതിനുണ്ട്. ആ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ത്യയും ചൈനയുമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഓപ്പറേഷണൽ ആയിട്ടുള്ള രാജ്യങ്ങൾ. റഷ്യക്കുണ്ട്, പക്ഷെ അത് ശരിയായ രീതിയിൽ ഓപ്പറേഷണലൈസ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്ക എന്തായാലും ഇക്കാര്യത്തിൽ പുറകില്ല. അമേരിക്ക ഇതുവരെ അതിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഇന്ത്യക്ക് 10,000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള മറ്റൊരു ഹൈപ്പർസോണിക് മിസൈൽ നമ്മുടെ പണിപ്പുരയിലുണ്ട്. അത് ലാൻഡ് ടു ലാൻഡ് ആണ്, കരയിൽ നിന്നും കരയിലേക്ക് വിടുന്ന. അതിന്റെ പേര് ധ്വനി എന്നാണ്. ആ ധ്വനി മിസൈലുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും ഈ 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ഹൈപ്പർസോണിക് മിസൈല് 3500 ആക്കുമ്പോൾ, ദൂരപരിധി ആക്കുമ്പോൾ സംഭവിക്കാനിടയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം അതിന്റെ പ്രൊപ്പല്ലന്റ് സിസ്റ്റം. അതായത് ഇത് മുന്നോട്ട് പോകുമ്പോഴുള്ള അതിനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ഒരു പ്രൊപ്പല്ലന്റ് എന്തായിരിക്കണം? അത് ഇപ്പോഴത്തേനേക്കാൾ ശക്തിയുള്ളതായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈൽ അല്ല പ്രൊപ്പല്ലന്റ് വഹിക്കുന്നത്, അതിന്റെ ബൂസ്റ്ററുകളാണ്. ഹൈപ്പർസോണിക് മിസൈലിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അതിനു മുമ്പ് ഞാനൊന്ന് വിശദീകരിക്കാം. ഹൈപ്പർസോണിക് മിസൈല് കൃത്യമായിട്ട് ഒരു ബലിസ്റ്റിക് മിസൈലിന്റെ ചിറകിലേറി പുറത്ത് കയറിയിട്ട്
അത് ബലിസ്റ്റിക് മിസൈലാണ് ഇതിനെ ആകാശത്ത് കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ ബഹിരാകാശത്ത് നിന്നും ഇത് അതിവേഗം താഴോട്ട് വരികയാണ് ലക്ഷ്യസ്ഥാനത്തിലേക്ക്. അതാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. അപ്പൊ ഈ ബൂസ്റ്ററുകളിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലന്റ് ആണ് ഇനി മാറ്റേണ്ടത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലന്റ് പോരാ, അത് ഇത്രയും ദൂരം പോകാനുള്ള ഉയരത്തിലേക്ക് ഇതിനെ എത്തിക്കില്ല. അപ്പൊ ആ പ്രൊപ്പല്ലന്റ് മാറേണ്ടത്. ഇത് ഇപ്പോൾ ഇതിന്റെ ബൂസ്റ്ററുകൾ ഉപയോഗിച്ച് ഇത് എത്തുന്ന ഒരു ദൂരപരിധി ഉണ്ട് ആകാശത്തിൽ. അതുപോലെ അതിനേക്കാൾ ഉയരത്തിൽ എത്തിയാൽ മാത്രമേ ഈ 3500 കിലോമീറ്റർ എന്നുള്ള ദൂരത്തേക്ക് ഇതിന് ഗ്ലൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അത് സംബന്ധിച്ച ബൂസ്റ്ററുകളുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ചലഞ്ച്. ഇനി മറ്റൊരു വെല്ലുവിളി, 1500 ഇത് ഹൈപ്പർസോണിക് മിസൈൽ എന്നത് അതിവേഗം ശബ്ദത്തിന്റെ 5-6 ഇരട്ടിയൊക്കെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവുമായിട്ട് ഉള്ള ഫ്രിക്ഷൻ, മലയാളത്തിൽ അതിന് ഘർഷണം എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, ആ ഘർഷണം നിമിത്തം ചൂടുണ്ടാവും. അപ്പൊ ആ ചൂടിനെ അതിജീവിക്കുന്ന കവറിങ് ആയിരിക്കണം ഇതിനുള്ളത്. അപ്പൊ ആ കവറിങ് 1500 കിലോമീറ്ററിന്റെ കവറിങ് പോരാ, 3500 ആകുമ്പോഴത്തേക്ക് ചൂട് വീണ്ടും വർദ്ധിക്കും. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള ഒരു കവറിങ്. പിന്നെ അടുത്ത മറ്റൊരു ചലഞ്ച് ഇതിന്റെ നാവിഗേഷൻ ആൻഡ് ഗൈഡൻസ് സിസ്റ്റം. ഇവിടെ ഈ ഒരു നേരിയ വ്യത്യാസം പോലും വരാൻ പാടില്ല. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇത് നമ്മളിപ്പം ഒരു ആദ്യത്തെ ഒരു 10 സെക്കൻഡിൽ ഇതൊരു 1/2 മീറ്റർ വ്യത്യാസപ്പെട്ടു ഇതിന്റെ ഡയറക്ഷൻ എന്നിരിക്കട്ടെ. അവസാനത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴേക്കും ഈ ആദ്യത്തെ 1/2 മീറ്റർ എന്നുള്ളത് അവിടെ അതൊരു 10 കിലോമീറ്റർ ആയിട്ട് മാറും. അപ്പൊ അത് സംഭവിക്കാൻ പാടില്ല, പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് ദശാംശം മീറ്റർ പോലും ഇത് മാറാൻ പാടില്ല, അത്ര കൃത്യത. അതിനുവേണ്ടി 3 തരത്തിലുള്ള ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിക്കും. ഒന്നാമത്തേത് ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, അതായത് ആകാശത്തിൽ നിന്നുള്ള ഉപഗ്രഹങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ ഭൂമിയിലൂടെ കൃത്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് കൂടാതെ സാറ്റലൈറ്റ് ഗൈഡൻസ്, അത് മുഖ്യമായിട്ടും നമ്മുടെ നാവിക്കായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ അതിൽ ഉപയോഗിക്കുന്നത് ഇതല്ലാതെ ഈ ഭൂമിയുടെ ഫോട്ടോഗ്രാഫുകൾ വെച്ചിട്ട് ആ പ്രദേശത്തെ കൃത്യമായിട്ട്, അങ്ങനെ 3 തരത്തിലുള്ള നാവിഗേഷൻ സിസ്റ്റങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അത് കറക്റ്റ് ചെയ്ത് ഫൈനൽ ഡെസ്റ്റിനേഷൻ കൃത്യമായി ചെല്ലുക. അതാണ് ഇതിനകത്തിലെ പെർഫെക്ഷൻ. നമ്മൾ പറയുമ്പോൾ എല്ലാം ഈസിയാണ്, പക്ഷെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ കഠിനമായ ഒരു കാര്യം. അതായത് ഇത് സാധാരണ ഒരു മിസൈലിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി ഒന്നും ഇതിന് പറ്റില്ല. കാരണം ഇത് ആ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് പിന്നെ ആദ്യത്തെ തുടക്കത്തിൽ ഒരല്പം തെറ്റിയാൽ അവസാനം ആകുമ്പോഴത്തേക്കും മൊത്തം തെറ്റിക്കും. അപ്പൊ അല്പം പോലും തെറ്റാൻ പാടില്ല. അത് ഉറപ്പിക്കാനാണ് ഈ 3 തരത്തിലുള്ള ഗൈഡൻസ് സിസ്റ്റം ഒരുപോലെ പ്രവർത്തിച്ച് അത് അവസാനം അതീവ ശ്രദ്ധയോടുകൂടി കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളത്. ഇപ്പൊ ചൈന നമ്മളെക്കാൾ ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് അവരുടെ കയ്യിലുള്ളത്. അവര് അവകാശപ്പെടുന്നത് ഏതാണ്ട് 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അവർ വികസിപ്പിച്ചു എന്നാണ്. നമുക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ഒരു കൃത്യമായിട്ടുള്ള വിലയിരുത്തലൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയുടെ ഇതിനേക്കാൾ റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യമാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇത് നമുക്കുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ, ഈ ഒരു മിസൈലിന്റെ വികസനം പൂർണ്ണമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ എല്ലാ ഭാഗവും ഇന്ത്യയുടെ നിയന്ത്രണത്തിലാവും. പ്രത്യേകിച്ച് ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഇത്തരം ഹൈപ്പർസോണിക് മിസൈലുകൾ അടങ്ങുന്ന ഒരു കപ്പല് ലക്ഷദ്വീപ് അതിർത്തിയിലോ അതല്ലെങ്കിൽ ലക്ഷദ്വീപിൽ കരയിലോ ഒരു ഹൈപ്പർസോണിക് മിസൈൽ സ്ഥാപിച്ചു എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കയറാൻ ഒരു വിമാനവാഹിനി കപ്പലിനും പിന്നെ സാധിക്കില്ല. ഇതിപ്പം നമ്മുടെ കേരളത്തിന്റെ തീരത്തോ അതല്ലെങ്കിൽ ഗുജറാത്തിന്റെയോ ബോംബെയിലോ ഉറപ്പിച്ചാൽ തന്നെ 3500 കിലോമീറ്റർ അപ്പുറം വരെ ഇതെത്തുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സീ ഡിനയൽ എന്ന ഒരു തരത്തിലേക്ക് ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾ പോകേണ്ടി വരും. കാരണം ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പിന്നീട് ഇന്ത്യയെ ആക്രമിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അന്തർവാഹിനികൾ പ്രയോഗിക്കുക. അതായത് വരും ദിവസങ്ങളിൽ
ഈ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഇന്ത്യ വികസിപ്പിക്കുന്നതോടുകൂടി ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈൽ നമ്മുടെ ഇപ്പൊ തന്നെ 1500 കിലോമീറ്റർ ചെറിയ ദൂരമല്ല. ഈ 1500 കിലോമീറ്റർ പിന്നെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായാലും ശരി 1500 കിലോമീറ്ററിന് അപ്പുറത്ത് നിൽക്കാനേ ശേഷി അവർക്ക് പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പറന്നുയരുന്ന വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 1500 കിലോമീറ്റർ കോമ്പാക്ട് റേഡിയസ് ഉള്ള വളരെ കുറച്ച് വിമാനങ്ങളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഈ 3500 ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പൊ ഇന്ത്യ ഈ ആൻഡമാനിൽ അതുപോലെ ഇത്തരം ഒരു ഹൈപ്പർസോണിക് മിസൈൽ സ്ഥാപിച്ചാൽ അത് പലപ്പോഴും അതിന് ഏഷ്യയുടെ അതിർത്തിയും കഴിഞ്ഞ് അത് പോകും. ഓസ്ട്രേലിയൻ കടൽ വരെ അതിന്റെ ഒരു ശക്തി നിലനിൽക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ. പിന്നെ ഇതിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ട്രാജക്ടറി പെർഫെക്റ്റ് ചെയ്യുക. ട്രാജക്ടറി എന്ന് വെച്ചാൽ ഇത് സഞ്ചരിക്കുന്ന ഒരു റൂട്ട്. ഇതിപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് കുത്തനെ അല്ല, ഇത് ശരിക്കും ഒരു ബൂസ്റ്റർ, അതായത് ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ സഹായത്തോടു കൂടി ബഹിരാകാശത്ത് എന്ന് അവിടുന്ന് ഇത് താഴോട്ടിറങ്ങാം. അപ്പൊ ഈ ബൂസ്റ്റർ സെറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെ ട്രാജക്ടറി, അല്ലെങ്കിൽ അതിന്റെ പാത. ആ പാത പെർഫെക്റ്റ് ചെയ്യുന്നതോടുകൂടിയാണ് പരമാവധി ദൂരം നമുക്ക് കൈവരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കല്ല് വലിച്ചെറിയുമ്പോൾ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് ആകാശത്തോട്ട് ഒരു 45 ഡിഗ്രിയിലാണ് എറിയുന്നത്. അങ്ങനെ എറിയുമ്പോഴാണ് അത് മുകളിലോട്ട് ചെന്നിട്ട് താഴോട്ട് അങ്ങനെ പോകുന്നത്. അപ്പൊ അവിടെ ആ എറിയുന്ന ഒരു രീതി അത് പെർഫെക്റ്റ് ചെയ്യുന്നവനാണ് ഏറ്റവും കൂടുതൽ ദൂരം എറിയാൻ പറ്റുന്നത്. ബസ്സിന് കല്ലെറിയുന്ന പോലെ അല്ല അത്. സമരത്തിൽ പോയിട്ട് ബസ്സിന് കല്ലെറിയുമ്പോൾ നേരെ അങ്ങ് എറിഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ദൂരേക്ക് ഇങ്ങനെ എറിയണമെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് വളഞ്ഞു നിന്ന് കൈ ഇങ്ങനെ എടുത്ത് 45 ഡിഗ്രിയിൽ മേലോട്ട് എറിഞ്ഞപ്പോൾ അത് അവിടെ ദൂരെ ചെന്ന് മാവേല മാങ്ങ എറിയുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ആ കൃത്യതയോടുകൂടിയുള്ള ആ എയറിന് അതാണ് ട്രാജക്ടറി. ആ ട്രാജക്ടറി പെർഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മിസൈലിന്റെ ട്രാവൽ പാത്ത്. അപ്പൊ അങ്ങനെ ഒരു വെല്ലുവിളികൾ ഒരുപാടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനപ്പുറത്തോട്ടുള്ള കാര്യമൊന്നും ഇതിനകത്തില്ല. നമ്മൾ 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ വിജയകരമായി വിക്ഷേപിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് 3500 ആക്കുന്നതിൽ അത്ര വലിയ ഒരു പ്രതിസന്ധി ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചലഞ്ചസിനെ കുറിച്ച്, വെല്ലുവിളികളെ കുറിച്ച് ഞാൻ സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ശരി, ഇന്ത്യക്ക് ഇതൊരു 3 കൊല്ലത്തെ കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താൻ പറ്റും, നമ്മൾ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്താൽ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മിസൈലുകളുടെ കാര്യത്തിൽ നമ്മൾ ചൈനയോടും അമേരിക്കയോടും ഒക്കെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതോടൊപ്പം തന്നെ നമ്മൾ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും തയ്യാറാക്കുന്നുണ്ട്, സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ചർച്ചയിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും ശരി, ഈ മിസൈലിന്റെ വികസനത്തോടു കൂടി ഒരു വലിയ നാഴികക്കല്ലായിരിക്കും. നമ്മൾ ഇന്ത്യയുടെ തീരത്തേക്ക് അടുക്കാനും നമ്മുടെ തീരത്തിന്റെ അടുക്കാനും ശത്രുക്കൾ ഇനി 1000 വട്ടം ചിന്തിക്കും. ഇന്ത്യയുടെ തീര സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഇത് വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കപ്പലുകളിൽ നിന്നുള്ള വെല്ലുവിളിയെ നമുക്ക് നിസ്സാരമായിട്ട് നേരിടാം. പക്ഷെ അപ്പോഴും അന്തർവാഹിനികൾ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ താമസിക്കാതെ തന്നെ എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.